കരിനീലിയമ്മേ ശരണം. നമസ്കാരമുണ്ട്. എല്ലാവരും ഒരു ദേവസ്ഥാനാണ്. ഇന്ന് എന്നോടൊരു 2-3 കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ട് ഒരാളൊരു ആരാണെന്ന് അറിയില്ലല്ലോ, യൂട്യൂബിൽ വരുന്നവർക്ക് ഐഡിയ ഇല്ലാത്തവരാണ്, അതായത് അഡ്രസ്സ് ഇല്ലാത്തവരെന്ന് പറയും ഞാൻ. അപ്പോൾ അവരുടെ കമൻറ്റുകൾക്കൊന്നും മറുപടി പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. നേരിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ പറയാം. അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളാണ്. ബിസിനസ്സാണ്, ശരിയാണ്, ബിസിനസ്സാണ്. ഓരോരുത്തരുടെ കണ്ണിൽ കൂടി കാണുന്നതാണ് ബിസിനസ്. പിന്നെ എനിക്കൊരു നല്ലൊരു ചോദ്യം വന്നത് എന്താണ്, ഇതൊക്കെ മന്ത്രങ്ങൾക്കൊക്കെ ശക്തി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. മന്ത്രങ്ങൾക്കൊക്കെ ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാ, എൻ്റെ അനുഭവം അതാണ്. അതായത് ഞാൻ ഇന്ന് ഭഗവാനോട് എന്ത് ചോദിച്ചു അതൊക്കെ എനിക്ക് തരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോയിലേക്ക് ഇപ്പോൾ ഒരുപാട് വീഡിയോയുടെ ലെങ്ത്ത് പോവും. ഇപ്പോൾ തന്നെ പലർക്കും അത് വീഡിയോകളൊക്കെ എല്ലാവരും കാണണം നിർബന്ധമില്ല. വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാരാണ് കാണുന്നത്. ആ കാണുന്നവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്നുള്ളത് ഒരു അടിസ്ഥാന തത്വമല്ലേ, അതുകൊണ്ടാണത്. അപ്പോൾ മന്ത്രങ്ങൾക്കൊക്കെ ശക്തിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. അതിനുള്ള ഒരുപാട് രേഖകളുണ്ട്. അതായത് നല്ല കർമ്മികൻ്റെ കീഴിൽ നടത്തുന്ന, അതായത് പെട്ടെന്ന് തെളിയിക്കാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഏതാ ക്ഷേത്രം എന്നൊന്നും ഞാൻ പറയണില്ല, ഞാൻ മാർക്കറ്റർ അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറയില്ല. ഈ പാമ്പുംകാവുകളിൽ, അതായത് സർപ്പബലി, ഈ സർപ്പബലി നടത്തുന്ന കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ട് ആ സർപ്പബലിക്ക് പോയവർക്കറിയാം. ഞാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട്, എനിക്ക് ലൈവ് വീഡിയോ എടുത്തിട്ട് കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ ലൈവ് ഇട്ടാലും കാര്യമൊന്നുമില്ല. പേയുടെ കാലത്താണ്. ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സത്യസന്ധമായിട്ടുള്ളത് പോലത്തെയുള്ള വീഡിയോകൾ എയിൽ നിർമ്മിക്കുന്നുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഇടുന്നതിലൊന്നും ഇപ്പോൾ ആ ഒരു തെളിവായിട്ട് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ ശരിയായിട്ടുണ്ടാക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്ന് വീഡിയോ യൂട്യൂബിലും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്നിട്ട് കമ്പ്യൂട്ടറിൽ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പറയണതിൽ അർത്ഥമില്ല. നേരിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മതി. സർപ്പബലി നടത്തുന്നവർക്ക് സർപ്പബലിയുടെ പൂർണ്ണാംശത്തിലേക്ക്, അതായത് മന്ത്രങ്ങളുടെ ശക്തി, ആ മന്ത്രങ്ങളുടെ ഉച്ചാരണ ശക്തിയിൽ സർപ്പബലി കഴിയുന്നതോട് കൂടിയിട്ട് സർപ്പം അവിടെ എത്തുന്ന സാന്നിധ്യം ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈവ് വീഡിയോകളൊക്കെ ഒരുപാട് പേരിട്ടിട്ടുള്ളതാണ്. എന്നാലും ഞാനത് വീഡിയോനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു ക്ഷേത്രത്തിൽ ശരിക്കും ബലി നടക്കുന്ന സമയത്ത് അവിടേക്ക് സർപ്പം എഴഞ്ഞെത്തിയതായിട്ടുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ മന്ത്രത്തിൻ്റെ ശക്തി തന്നെയാണ് ഒന്ന്. പിന്നെ ഞാൻ മന്ത്രത്തിൻ്റെ ഒരു കാര്യം വന്നിരുന്നു. നമുക്ക് ഇതിലൊക്കെ പിന്നെ സാമ്യം എല്ലാ കാര്യങ്ങൾക്കും മഹാഭാരതത്തിനെ താരതമ്യം ചെയ്യേണ്ടുന്നു. മഹാഭാരതമാണ് നമ്മുടെ ദൈവങ്ങൾ മുഴുവൻ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമുക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ 1008 പേരുടെ സ്വഭാവങ്ങൾ കാണിച്ചു തരുന്നുണ്ട് മഹാഭാരതത്തിൽ. 1008 പേരുടെ ചരിത്രങ്ങളാണ് മഹാഭാരതം. അതിൽ 1008 പേരുടെ കുടുംബത്തിനെ കുറിച്ചും അവരുടെ കുടുംബങ്ങളെ കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. അതൊന്നും ഒരാൾക്ക് സാധിക്കുന്ന കാര്യങ്ങളല്ല. ആ നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു കഥയാണെങ്കിൽ കഥയാണെന്ന് തന്നെ വിചാരിച്ചോളൂ. അങ്ങനെ ഒരു കഥ എഴുതണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കുക. 1008 കുടുംബങ്ങളും ആ കുടുംബങ്ങൾക്ക് ഇന്നത്തെ സീരിയലുകൾ കണ്ടിട്ടുണ്ടോ, അവസാനിക്കില്ല. അത് ഓരോന്നിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നീണ്ടു പോകും. അത് അന്ന് ആ സീരിയലായിട്ട് ആ ഒരു നോവൽ എഴുതിയതിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കുക. പലരും നോവൽ എന്നൊക്കെ പറഞ്ഞ കേട്ടോണ്ടാണ് ഞാൻ നോവൽ എന്നുള്ള ഉച്ചാരണം വന്നത്. അപ്പം അത് ആ ഒരു കഥയായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ പോലും അതിലെന്തോരം അർത്ഥങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ടാണ് മഹാഭാരതത്തിന് ഉദാഹരണമായിട്ട് കാണുന്നത്. മഹാഭാരതത്തിലെല്ലാം ഉണ്ട്. യേശു ക്രിസ്തു ഉണ്ട്, ഇന്നത്തെ മുഹമ്മദും, ഇതൊക്കെ അവരുടെയൊക്കെ ഹിസ്റ്ററിയിൽ ഓരോ പേരുകൾ ആ പേരിൽ അല്ലെങ്കിൽ വേറൊരു പേരിൽ ഉണ്ടായിരിക്കും. മഹാഭാരതത്തിൽ കാണുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളപ്പുറത്ത് ഒരു യുധിഷ്ഠിരൻ ഉണ്ടായിരിക്കാം, നമ്മുടെ അപ്പുറത്തൊരു ഭീമൻ ഉണ്ടായിരിക്കാം, അർജുനൻ ഉണ്ടായിരിക്കും. നമ്മുടെ അയൽപക്കത്ത് തന്നെ 101 മക്കളിൽ ദുശാസന, അങ്ങനെയുള്ള 101 മക്കളുടെയും നമ്മുടെ അയൽപക്കത്ത് കാണാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ മഹാഭാരതം ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് മഹാഭാരതത്തിൻ്റെ ഉദാഹരണ സഹിതം പറഞ്ഞു തരുന്നത്. അപ്പം ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഏതൊരു സിനിമാ നടി വേറൊരു ഗർഭപാത്രത്തിൽ ഉണ്ടാക്കിയെന്ന് പറയണം. കുട്ടികളെ നിർമ്മിച്ചു, അവരെ ഇതാക്കണം, അവരുടെ ബീജമെടുത്ത് അതിൽ ഇതാക്കണം. ഇതൊന്നും ഇന്നുള്ളതല്ല. ഇത് ഇന്ന് നമ്മുടെ ഡോക്ടർമാരൊക്കെ ചെയ്യുന്നതിനേക്കാളും മുൻപ് 19-ാം നൂറ്റാണ്ടിൽ, അതായത് മഹാഭാരതത്തിലെ രോഹിണി
രോഹിണിയുടെ ദേവികയുടെ ഗർഭം രോഹിണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഉണ്ടായതാണ് ബലരാമൻ അന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാര്യം. അപ്പൊ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ വിശ്വാസങ്ങളിലേക്ക് വിശ്വസിക്കുന്നതിന് മേലെ എന്താണ് വേണ്ടത്? നമ്മൾ അന്ന് ഇതിപ്പോ ഇന്ന് നടക്കുന്നതിനേക്കാൾ മുൻപ് ആ കഥ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ വരും നൂറ്റാണ്ടുകളിൽ ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്നത്തെ ഈ എന്താ പറയാ ടെസ്റ്റ് ശിശു എന്നൊക്കെയല്ല നമ്മൾ പറയാ, അങ്ങനെയൊക്കെയല്ല, എനിക്കറിയില്ല. നമ്മൾ പറയണത് തെറ്റായി വരാതിരിക്കാനാണ് ആധികാരികമായിട്ട് പറയാത്തത്. ഈ ടെസ്റ്റ് ശിശു എന്നുള്ളത് അന്ന് കാലത്ത് മഹാഭാരതത്തിലില്ലേ? അതായത് ഗാന്ധാരി ഒരു മാംസ കഷ്ണമല്ലേ, മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് 100 കുടത്തിലാക്കി വെച്ചിട്ട് അതിൽ മന്ത്രോച്ചാരണം പോലെ 100 കുട്ടികളെ സൃഷ്ടിച്ചത് എങ്ങനെയാ? ടെസ്റ്റ് ട്യൂബ് തന്നെയല്ലേ? ഇന്നത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു എന്ന് പറയണത് തന്നെയാണത്. അപ്പൊ മഹാഭാരതത്തിൽ നമ്മുടെ ജീവിതം തന്നെ മഹാഭാരതമാണ്, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മൾ ഏത് വേഷത്തിലാണ് നിൽക്കുന്നത്, ആ വേഷത്തില് ശരിയല്ല, അത് ശരിയല്ലാത്ത, അതായത് ഇപ്പോ സത്യവും അധർമ്മം ധർമ്മവും. അപ്പൊ ധർമ്മത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്, ഏത് ധർമ്മത്തിൽ ജീവിക്കുന്ന ആളുടെ വേഷമാണോ നമ്മൾ അണിഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ നോക്കുക. അതോ അധർമ്മത്തിലൂടെയാണോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേഷം എന്ന് നമ്മൾ നോക്കുക. അതായത് അധർമ്മത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്, അതിൽ അധർമ്മം ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. പാണ്ഡവർ 5 പേര് ധർമ്മത്തിന്റെ ഭാഗത്താണ്. അപ്പൊ നമ്മൾ അധർമ്മത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ധർമ്മത്തിലേക്ക് മാറുക. അതാണ് ഞാൻ ചെയ്തതെന്ന്. ഞാൻ 19 വയസ്സ് വരെ ചെയ്തത് മുഴുവൻ കാശുണ്ടാക്കാനുള്ള വ്യഗ്രതയില്. അതായത് ഞാൻ ഇതിനു മുൻപും പറഞ്ഞിട്ടില്ല, തന്നെ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു ബോറടിക്കാം, എന്നാലും ഞാനത് പറയാണ്ട് ഇത് ഒരു കാര്യം പൂർണ്ണത വരില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ജീവിച്ച് വളർന്നത് വക്കീലുമാരുടെ ഇടയിലും അയ്യന്തോള് കളക്ടറേറ്റിന്റെ മുന്നിലുള്ള തെരുവിലാണ് ഞാൻ ജനിച്ച് വളർന്നത്. ആ തെരുവിന്റെ അപ്പുറത്തപ്പുറത്തൊക്കെ ഹൈ പ്രൊഫൈലിലുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. അതായത് ഞാൻ കളിച്ചു വളർന്നത് മുഴുവൻ വക്കീലുമാരുടെയും ഡോക്ടർമാരുടെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയും കളക്ടർമാരുടെയും ജഡ്ജിമാരുടെയും അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലാണ്. അപ്പൊ അവരുടെ ഒപ്പം എത്താനായിട്ട്, എൻ്റെ അച്ഛനമ്മയും കൂലിപ്പണിക്കാരായിരുന്നു, അപ്പൊ അവരുടെ ഒപ്പം എത്താനായിട്ട് ഞാൻ ചെയ്തു വന്ന ആ കർമ്മങ്ങൾ മുഴുവൻ തെറ്റാണ് എന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് വന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരാളെ, ആരോ പറയണ കേട്ടു, ശരിയാണ്, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും അതുപോലെ ഇതും ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ചതിയന്മാർക്കും വഞ്ചന ചെയ്തിട്ടുള്ളവർക്കും അവർക്കാണ് പെട്ടെന്ന് പരിവർത്തനം ചെയ്യാൻ പറ്റുക. എറണാകുളത്ത് ഏതൊരു ഗുണ്ട, എനിക്ക് പേരൊന്നും പറയാനില്ല, ഒരു ഗുണ്ട എന്നാണ് അതിൽ വീഡിയോയിൽ വന്നത്, അതുകൊണ്ടാണ് ഗുണ്ട എന്നുള്ള നാമകരണം ഞാൻ പറയുന്നത്. ഒരു ഗുണ്ട പരിവർത്തനം ചെയ്ത് ആത്മീയതയിലേക്ക് വന്നതായിട്ട് കേട്ടിട്ടില്ല ഇപ്പോൾ ലൈവ്. പിന്നെ നമ്മുടെ മഹാഭാരതത്തിൽ നോക്കിയാലും ഓരോ മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരൊക്കെ കാട്ടാളന്മാരായിരുന്നു, കൊള്ളക്കാരായിരുന്നു എന്നൊക്കെ പറയണു. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് പെട്ടെന്ന് പരിവർത്തനത്തിലൂടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുക. അതായത് ഞങ്ങൾ ചെയ്തത് മുഴുവൻ തെറ്റാണ് എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ എന്ത് മാറി. അതുപോലെ തന്നെ നിങ്ങൾ അധർമ്മത്തിലൂടെയാണ്, നിങ്ങൾ അധർമ്മ വേഷം, മഹാഭാരതത്തിലെ ഏത് വേഷമാണ് നിങ്ങൾ പാടിക്കൊണ്ടിരിക്കണമെന്നൊന്ന് വിശകലനം ചെയ്യുക. അത് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ അധർമ്മത്തിന്റെ വഴി മാറ്റി ധർമ്മത്തിലൂടെ പോയാലും നിങ്ങൾക്ക് ഇതൊക്കെ ഈ അധർമ്മത്തിലൂടെ നേടിയതൊക്കെ അതിലൂടെ നേടാന്ന്. ഞാൻ അധർമ്മത്തിലൂടെ നേടി അതൊക്കെ ഞാൻ അവസാനിപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് ധർമ്മത്തിലേക്ക് വന്നപ്പോഴും എനിക്ക് ധർമ്മത്തിലൂടെ ആ അധർമ്മത്തിൽ നേടിയതിന്റെ ഇരട്ടി ഇവിടെ എനിക്ക് ലഭിക്കുന്നു. ഇന്നത്തെ സന്തോഷം, ഇന്നത്തെ സൗഭാഗ്യം, ഇന്നത്തെ ആ ഒരു ഹാപ്പിനെസ് എന്നൊക്കെ അല്ലേ പറയാ, അതിനൊക്കെ അതൊക്കെ ഇന്ന് എനിക്ക് അന്ന് കിട്ടിയിരുന്നില്ല. അന്ന് കാശുണ്ടാക്കണം, കുറെ കാശുണ്ടാക്കണം എന്നുള്ള ചിന്തകളല്ലാണ്ട് എനിക്ക് അത് സന്തോഷമായിട്ട് തോന്നിയിരുന്നില്ലേ. കുറെ കാശുണ്ടാക്കണം, കുറെ വലിയ മൊബൈലുകൾ, കുറെ കാറുകൾ, വലിയ ലക്ഷറി കാറുകൾ ഉപയോഗിച്ച് നടന്നു, ലോകം മുഴുവൻ ഫ്ലൈറ്റ് ടു ഫ്ലൈറ്റ് യാത്ര ചെയ്തു എന്നൊക്കെ പറയണതിലൊന്നും സന്തോഷം ഉണ്ടായിരുന്നില്ല. അവിടെ ചെല്ലുമ്പോഴൊക്കെ വീണ്ടും ഇതാണ്. ഇപ്പൊ അങ്ങനെ ഒരു ചിന്തകളില്ല. ഇപ്പോഴത്തെ ഒരു സന്തോഷം എന്ന് പറയണമെന്ന് ആലോചിക്കുക. പണ്ട് ലോകത്തിലെല്ലാവരും എന്നെ വെറുക്കപ്പെട്ടവരായിരുന്നു, ഇന്ന് ഒരുപാട് പേര് എന്നെ ഇഷ്ടപ്പെടുന്നവരായി കൊണ്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ആ പരിവർത്തനം അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, സൗഭാഗ്യം, സമ്പത്തും. ഇന്നെനിക്ക് സമ്പത്തില്ലേ, എൻ്റെ ജനങ്ങൾ എന്നെ സ്വാമി എന്ന് വിളിച്ച് പറയുന്നത് ഏറ്റവും വലിയ സമ്പത്തല്ലേ. അതൊക്കെ ആർക്ക് കാശ് കൊടുത്താൽ കിട്ടുമോ? കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ മന്ത്രങ്ങൾക്കൊക്കെ ശക്തിയുണ്ടോ?
എന്നൊക്കെ ചോദിക്കുന്നതിന് ഇതാണ് എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി. ഇനി ഞാൻ പറഞ്ഞു നിന്നാൽ ഒരുപാട് സമയവും നിങ്ങൾക്കും ബോറടിക്കും. എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സ്വാമീനെ ഭജിച്ചാൽ, സ്വാമി എന്ന് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന മൂർത്തിയെ കൃത്യമായിട്ട് ജപിച്ച് കൃത്യമായിട്ട് ആരാധിക്കാൻ സാധിച്ചാൽ, അതിന് സമയബന്ധിതമൊന്നുമില്ല, അതിന് കുളിച്ചിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഭജിക്കാം, നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ജപിക്കാം. എപ്പോഴും ദൈവവിചാരം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവും, നിങ്ങളുടെ അധർമ്മമായിട്ടുള്ള നെഗറ്റീവ് എനർജി ആയിട്ടുള്ള പിശാച് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകും. അവിടെ ഭഗവാൻ കയറിയിരിക്കുന്നിടത്ത് നിങ്ങൾക്ക് യാതൊന്നിനും വേണ്ട, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ മാറും. ഭഗവാൻ ഇരിക്കുന്നിടത്ത് എന്തായാലും മറ്റുള്ള അവർക്ക് നിങ്ങളെ ശല്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ദൈവം ഇരിക്കുന്നിടത്ത് ആർക്കെങ്കിലും ശല്യം ചെയ്യാൻ പറ്റില്ല. എന്തിനാ ഈ അമ്പലങ്ങളിൽ പോകുന്നത്? ഇനിയും വീഡിയോ കൂട്ടണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക, നല്ല രീതിയിൽ ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യുക. എന്നെ കൊണ്ട് ആവുന്ന അറിവുകളൊക്കെ ഞാൻ ആർക്കും ഷെയർ ചെയ്ത് തരാം. എന്നെ ഏത് സമയത്തും വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അല്ലാണ്ട് പൂജയും കർമ്മങ്ങളും ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കോൾ ചെയ്താൽ എടുക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ക്ഷിപ്രപ്രസാദിയായ കരിങ്കുട്ടി സ്വാമി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ വിളിച്ചാൽ വെളിപ്പുറത്ത് വന്ന് നിങ്ങളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ നടത്തി തരുന്ന രീതിയിലാണ് ലാലൂർ ദേവസ്ഥാനത്തെ മൂർത്തികൾ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരും ഉയർച്ചയും സമ്പത്തും സൗഭാഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.